ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഇതേ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടാണ്. ഇത്തിരി വലിയ ചെമ്മീനാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ വിചാരിച്ചു ചോറ് വെക്കാം എന്ന്. ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് അരി ഇട്ടിട്ട് നമുക്ക് ഒരു നേരത്തേക്കുള്ള ഫുഡാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേർ പറഞ്ഞു മന്തി ഉണ്ടാക്കാൻ. ഞാൻ ഇതുവരെ ചെമ്മീൻ കൊണ്ടൊന്നും മന്തി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ചിക്കൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ചെമ്മീൻ കൊണ്ട് ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മന്തിയുടെ മസാലയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ആവുന്ന രീതിയിൽ ഒന്ന് ചതച്ചതല്ല, എന്നാലും ഫൈനായിട്ട് അരച്ചിട്ടില്ല കേട്ടോ. അതിലേക്ക് ഉപ്പും ചേർത്ത് ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഞാൻ ഫ്രീസറിൽ കയറ്റി വെച്ചു കേട്ടോ. അതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ അത് ഇത്ര അരിയുണ്ട്, സെല്ലാ റൈസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനൊന്ന് കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചെമ്മീനില്ലേ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കതൊരു ബൗളിലേക്ക് ആ പാത്രത്തിൽ എന്തെങ്കിലും മാറ്റി കൊടുക്കാം. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാനെടുത്തത് ചെറിയ കയ്യിലായിരുന്നു കേട്ടോ, അതുകൊണ്ട് പറ്റാതായപ്പോൾ വലിയ കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേവിയിലേക്ക് ഇനി ബാക്കിയുള്ള സാധനങ്ങൾ നമ്മളിടണം. അപ്പോൾ ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു സവോള ഇട്ട്, പിന്നെ നമ്മുടെ കറി മസാല ഇട്ട്, പിന്നെ സോയാ സോസ് ഒഴിച്ചു കൊടുത്ത് ഒരു ഉണക്ക നാരങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്തിരി കോളം നമ്മൾ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത വെള്ളം, അരിയില്ലേ, അരിക്ക് 1.5 പാത്രം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച് വരണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ച അരിയില്ലേ അത് ഇതിലേക്ക് തട്ടിക്കൊടുക്കുക കേട്ടോ. അരി നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ആ ഒരു ഇതില്ലാതിരിക്കാൻ വേണ്ടി അരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പം നന്നായിട്ട് ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ അരി അവിടെ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കനലിന് 2 ചിരട്ട ഞാൻ കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേറെ പണിയൊന്നുമില്ല. നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. നേരെ സെൻറ്ററിലേക്ക് നമ്മൾ ചിരട്ടക്കനൽ വെച്ച് കൊടുക്കാം. ഞാൻ ചാർക്കോളൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ, ചിരട്ട തന്നെയാണ്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ മൂടി വയ്ക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ അടിപൊളിയായിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ, ചെമ്മീൻ മന്തി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വിചാരിച്ച റിസൾട്ടല്ല, അതുക്കും മേലെയായിരുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, പറയാൻ തന്നെ പറ്റുന്നില്ല, അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.